ദൈവം പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹിച്ച നാട്, മനോഹരമായൊരു നാട്. പക്ഷേ അതിന്ന് ചട്ടമ്പി നാട് എന്ന അപരനാമത്താലാണ് അറിയപ്പെടുന്നത്. ഒരു ഗ്രാമത്തിനുമേൽ ഇങ്ങനെ ഒരു ആക്ഷേപം കൽപ്പിച്ചു കിട്ടുന്നത് അനേകം വർഷങ്ങൾക്ക് മുൻപാണെന്ന് ചില മുൻകാല ചട്ടമ്പിമാർ പറയുന്നു. ചെമ്പട്ട് നാട് ചട്ടമ്പി നാടായി മാറിയതിൻ്റെ പൂർവ്വകഥാംശത്തെപ്പറ്റി റിട്ടയേർഡ് ചട്ടമ്പിയായ ചെങ്കീരി മാധവൻ: പണ്ട് ഞാനും വടിവാള് വാസുവും കീരമ്പാർ അബ്ദും മാത്രമേ ചട്ടമ്പിമാരായിട്ട് ഈ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അബ്ദു ജയിലിൽ കിടന്നാ മരിച്ചത്. ഈ നാടിനെ ഈ അവസ്ഥയിലാക്കിയത് കാട്ടാപ്പള്ളിക്കാരും മല്ലഞ്ചിറക്കാരും കൂടിയാണെന്ന് ഞാൻ പറയും. അത് തന്നെയാണ് സത്യവും. കാട്ടാപ്പള്ളി കുറുപ്പച്ചനും മല്ലഞ്ചിറ ഉണ്ണിത്താനും കൂട്ടുകച്ചവടത്തിൽ ഒരു ചിട്ടിക്കമ്പനി നടത്തിയിരുന്നു. കർണാടക തെരുവിൽ നിന്ന് ഉണ്ണിത്താൻ മകനെ പോലെ കൂടെ കൂട്ടിയ ഒരു കള്ള ചെറുക്കം കാരണം ചിട്ടിക്കമ്പനി പൊളിഞ്ഞു. അതോടെ കാട്ടാപ്പള്ളിക്കാരും മല്ലഞ്ചിറക്കാരും പരസ്പരം കേസും വഴക്കുമായിട്ട് കൊടിയ ശത്രുക്കളായി പിരിഞ്ഞു. കാട്ടാപ്പള്ളിക്കാരുടെ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോ ഉണ്ണിത്താന്റെ ഭാര്യ രുക്മണിയുടെ ആങ്ങളമാരാ ടൗണിൽ നിന്ന് ചട്ടമ്പിമാരെ ആദ്യം ഇങ്ങോട്ട് ഇറക്കിയത്. അവരെ തോൽപ്പിക്കാൻ കാട്ടാപ്പള്ളിക്കാര് വേറെ ചട്ടമ്പിമാരെ ഇറക്കി. വന്നവരിൽ ചിലർ ഇത് വളക്കൂറുള്ള മണ്ണാണെന്ന് കണ്ട് ഇവിടെ അങ്ങ് കൂടി. ചിലരൊക്കെ തിരിച്ചുപോയി. പുതിയ ചില പീക്കിരി ചട്ടമ്പിമാർ ഇവിടെയും ജനിച്ചു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോ ഈ നാടിനൊരു ഓമന പേരും കിട്ടി, ചട്ടമ്പി നാട്. ഇനി ചട്ടമ്പി നാടിൻ്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലേക്ക്. ഇത് മാക്രി ഗോപാലൻ. ആദ്യകാലത്ത് തവളപിടുത്തമായിരുന്നു തൊഴിൽ. തവളപിടുത്തം നിരോധിച്ചതോടെ തൊഴിലില്ലാതെ താൻ ചട്ടമ്പിയായി മാറിയെന്നാണ് ഗോപാലന്റെ ന്യായം. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പി തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഗോപാലൻ തല്ലാറുണ്ട്, അതുപോലെ തിരിച്ചിഷ്ടം പോലെ കിട്ടാറുണ്ട്. നമ്മൾ മാത്രം മര്യാദക്കാരായി ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ ഉള്ളൂ. സാറേ, മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. അത്ര മതി. എടാ സ്റ്റുഡിയോവേ, എന്റെ സംഭാഷണം എടുത്തില്ലെങ്കല്ല നിന്റെ സ്റ്റുഡിയോ. പറഞ്ഞോളൂ. നമ്മ സിനിമയിലൊക്കെ സാറിനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കാര്യം കൊണ്ടാ സാറൊക്കെ ജീവിച്ചു പോണത്. പിന്നെ ചട്ടമ്പിമാരുടെ വിഷമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത്. പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി പോകും. വടിവാൾ വാസുന്ന പേര് പണ്ടൊരു കള്ളച്ചക്കന്റെ വെട്ടുകൊണ്ട് അരക്ക് താഴേക്ക് തളർന്ന് കിടക്കുക. ട്രിപ്പിളും പോളിയൊക്കെ കൃത്യമായിട്ട് തട്ടും. അര തളർന്ന കേരളത്തിലെ ആദ്യത്തെ മനുഷ്യൻ. ആശാന്റെ ശിഷ്യന്മാർ വന്ന് കസേരയിൽ ഇരുത്തിയ ആശാനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നാട്ടുകാരിപ്പോ കസേരവാസം എന്നാ വിളിക്കുന്നേ. ചട്ടമ്പി വീണ ചട്ടിയില കഞ്ഞി, പിന്നെ തെണ്ടി കഞ്ഞി കുടിക്കണം. ഈ കാട്ടാപ്പിള്ളക്കാർക്ക് വേണ്ടി ജീവിതവും തൊലച്ച് ഈ കസേര കയറിയവനാ വാസു. എന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല ഇവന്മാര്. ചുമ്മാതല്ല കുറുപ്പച്ചൻ വണ്ടിയും മറിഞ്ഞ് മൂക്കിലകത്ത് പഞ്ഞി വെച്ച് കിടന്നത്. ചെയ്തു കൂട്ടിയ മഹാപാപങ്ങളുടെ ഫലമാ ഇപ്പൊ മകനൊരുത്തലുണ്ടല്ലോ, വിഷപ്പാമ്പിന്റെ ജന്മം, കാട്ടാപ്പിള്ളി നാഗേന്ദ്രൻ. ചിട്ടിക്കമ്പിന് മുതലാളി. അച്ഛൻ ചത്തത് വണ്ടി മരുന്നിട്ടാണെങ്കിൽ ഈ നാഗേന്ദ്രൻ ഇടി വിട്ടുകൊണ്ടേ ചാകൂ. നോക്കിക്കോ. ഈ കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ ഞാൻ തന്നെ. ആ ചാകാൻ പോകുന്ന കിളവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. ഈ മല്ലഞ്ചിറക്കാർക്ക് എന്ത് തകർച്ച വന്നാലും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നാട്ടുകാർ കൊണ്ടുപോയിടുന്നത് ഈ നാഗേന്ദ്രന്റെ അക്കൗണ്ടിലാണ്. പിന്നെ ഈ മല്ലഞ്ചിറക്കാരുമായിട്ടുള്ള കേസും വഴക്കും അത് ഞങ്ങളുടെ കാരണവന്മാരായിട്ട് തുടങ്ങിയതാ. അതിന്റെ മത്സരവും വാശിയും ഒക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, അത് സത്യമാണ്. അല്ലാതെ ഈ ചന്ദ്രമോഹൻ ഉണ്ണിത്താനെ തകർക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. അയാളുടെ ബംഗ്ലാവും തോട്ടമൊക്കെ വിൽക്കുന്നതിന് ഞാൻ എന്തിനാ എതിരെ നിൽക്കുന്നത്? എല്ലാം എന്നെ കുറിച്ചുള്ള വെറും ആരോപണങ്ങളാന്നേ. എന്താടാ? മല്ലഞ്ചിറക്കാരുടെ ബംഗ്ലാവ് പുറനാട്ടുകാരോ വന്ന് കണ്ടിട്ട് പോയി. എന്നിട്ട് നീയൊക്കെ അവനെ വെറുതെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. എന്നിട്ട് വിശേഷം പറയാൻ വന്നില്ല. എല്ലാം കൂടെ എടുത്ത് ചവിട്ടി പൊളിക്കും ഞാൻ. ഈ നാട്ടിലെ മുഴുവൻ ചട്ടമ്പിമാരാന്ന് പറയുന്നത് ചുമ്മാതെയാ. എന്റെ അഭിപ്രായത്തിൽ ഒരേ ഒരു ചട്ടമ്പി ഈ നാട്ടിലുള്ളൂ, അത് കാട്ടാപ്പള്ളി നാഗേന്ദ്രനാണ്. അവന്റെ അച്ഛൻ വണ്ടി പറഞ്ഞതിന് കാരണക്കാര് ഞങ്ങളാണെന്ന് അവന്റെ ധാരണ. അതിന് വടക്കമലയെന്ന് ചട്ടമ്പിമാരെ ഇറക്കി എന്റെ 2 അമ്മാമാരെ വെട്ടി എന്റെ ബിസിനസ് തകർത്ത് എന്നെ മൂക്കറ്റം കടക്കാരനാക്കി. ഇപ്പൊ എന്റെ വീടും തോട്ടവും മേടിക്കാൻ വരുന്നവന്മാരെ അവൻ തല്ലി ഓടിക്കുക. പക്ഷേ ഈ ചന്ദ്രമോഹൻ ഉണ്ണിത്താൻ തോറ്റു കൊടുക്കില്ല.
അതിനെനിക്കൊരു പോലീസിന്റെയും പട്ടാളത്തിന്റെയും സഹായം വേണ്ട. പോലീസ് ഇവിടെ നിഷ്ക്രിയമാണെന്ന് ഞാൻ പറയില്ല. ദാ അങ്ങോട്ട് നോക്കൂ, എത്ര ക്രിയാത്മകമായിട്ടാണ് അവർ ജോലി ചെയ്തത് നോക്കൂ. പിന്നെ എന്ത് നിഷ്ക്രിയത്വമാണ് നിങ്ങൾ ആരോപിക്കുന്നത്? ദേ ഈ ക്യാമറ ഓഫ് ചെയ്യണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഓഫ് ചെയ്തോളൂ. ഇവിടെ ഇപ്പൊ ഈ കാട്ടാപ്പള്ളി നാഗേന്ദ്രനെ ഒതുക്കി കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. ഒരിക്കൽ ഞാനൊന്ന് ശ്രമിച്ച് നോക്കിയതാ. 2 മാസമാ ആശുപത്രി കിടന്നത്. ഇപ്പൊ മല്ലഞ്ചിറയിലെ ചന്ദ്രമോഹൻ കണ്ടുവച്ചിരിക്കുന്ന ബുദ്ധി ഏതായാലും കൊള്ളാം. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക. കാട്ടാപ്പള്ളിയെ വിഴുങ്ങാൻ പറ്റിയ ഒരു മറുനാടൻ ചട്ടമ്പിയെ കണ്ടുപിടിക്കുക. എന്നിട്ട് എസ്റ്റേറ്റും ബംഗ്ലാവും അയാൾക്ക് വിൽക്കുക. പുറം നാട്ടിൽ ചട്ടമ്പിമാരേറെയുണ്ട്. പുലിക്കണ്ടം കോയ, ചെങ്കൽപ്പാളയം മുത്തുരാജ്, കോയമ്പത്തൂർ മണിസ്വാമി. പക്ഷെ കാര്യമില്ല, ഇത്രയും കാശ് മുടക്കി ഈ ബംഗ്ലാവും തോട്ടവും മേടിക്കാനുള്ള കാശ് അവന്മാരുടെ കയ്യിലില്ല. എനിക്ക് കൂടി കമ്മീഷൻ കിട്ടുന്നൊരു കാര്യമായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും അവസാനം കണ്ടുപിടിച്ചു. കർണാടകയിലെ പോലീസ് ഫയലിൽ നിന്നാ തപ്പിയെടുത്തത്. കക്ഷിയുടെ പേര് വീരേന്ദ്ര മല്ലയ്യ. 37ഓളം തല്ല് കേസുകൾ. അതിൽ ശിക്ഷിക്കപ്പെട്ടത് ഒരു കേസിന് മാത്രം. അതും പൊതുവേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രിയുടെ കർണക്കുറ്റിക്കടിച്ചതിന്. ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോ പുള്ളി 10 കാട്ടാപ്പള്ളിമാരെ ഒറ്റയ്ക്ക് തിന്നും. അല്ല, ഇതിന്റെ ബ്രോക്കർ ഞാനാണെന്ന് പറഞ്ഞ കാട്ടാപ്പള്ളി എന്നെ കൊല്ലുന്ന എന്റെ പേടി. നിനക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഞാൻ തരും. എങ്ങനെ? ഏതെങ്കിലും മോഷണ കേസ് പിടിച്ച് അകത്താക്കിയാ പോരെ. അയാളിത് വാങ്ങുന്ന എന്താ ഉറപ്പ്? ദേ ഞങ്ങൾ ഇന്ന് തന്നെ പോവുക. മല്ലയ്യയുടെ അനുജനെ പോലെ കൂടെ നടക്കുന്ന ഒരാളുണ്ട്, മുരുകൻ. അവൻ പറഞ്ഞ മല്ലയ്യ ഒന്നും തട്ടിക്കളയത്തില്ല. ആദ്യം ഞങ്ങൾ ചെന്ന് മുരുകനെ പിടിക്കും. അയ്യോ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. എന്റെ അമ്മേ. അയ്യോ, ഗൗഡാ, ഗൗഡാ. എടാ, ഒന്ന് വേഗം വാ. കേറ്, അവിടെ വണ്ടിയിട്. അയ്യോ, തലയിലെ ഓടിവേഗി, ഓടിവേഗി. നീ എന്തൊന്നും മിണ്ടാത്തെ? പേടിച്ചു പോയാ? ഇനി എന്തിനാ പേടിക്കണേ? ഞാനില്ലേ കൂടെ. ഈശ്വര, ഇവനെവിടെ പോയി? ഓടിവേഗി, ഓടിവേഗി. മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അയ്യോ, അവനെ മുട്ടേടി. എന്റെ നാടു. അവനെ തൊട്ടുപോരുത്. അങ്ങോട്ട് മാറാൻ. ആളറിയാതെ പറ്റിപ്പോയതാ അയ്യ. അയ്യ പൊക്കോളൂ. നിങ്ങൾ പറഞ്ഞോണ്ട് ഞങ്ങൾ പോണു. കല്ല് കിട്ടാതെ വാടാ. ആരുടെ ദേഹത്താണ് നിങ്ങൾ കൈവച്ചതെന്ന് അറിയോ? അതൊക്കെ മല്ലയ്യയുടെ ആൾക്കാരാ. ജീവൻ വേണമെങ്കിൽ ബംഗ്ലാവിൽ പോയി മാപ്പ് പറഞ്ഞു, ഇല്ലെങ്കിൽ പടയളയിങ് വരും. പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഇവൻ എന്ത് പറ്റിയെന്നാ നിന്നോട് ഒന്ന് പറഞ്ഞത്? ബൈക്കിൽ നിന്ന് വീണെന്ന്. ബൈക്കിൽ നിന്ന് വീണു. ഇവനെ തല്ലിയ ആളുകൾ മാപ്പി വയ്ക്കാമെന്ന് നിൽപ്പുണ്ട്. തല്ലിയപ്പോഴാണല്ലോ ബൈക്കിൽ നിന്ന് വീണത്. മിണ്ടരുത്. മല്ലയ്യ എവിടെ? അപ്പുറത്തെ മുറിയിലുണ്ട്, ആവി കൊള്ളുക. ಮಲೆಯ ಹೊರಗಡೆ ನಿಮ್ಮನ್ನ ನೋಡಕ್ಕೆ ಕೆಲ ಜನ ಬಂದಿದ್ದಾರೆ. ಯಾರವರು? ಮುರುಗನೆ ಹೊಡೆದಿದ್ದಲ್ಲ ಆ ಜನ. ಮುರುಗನ್ ಆಚೆ ಬರ್ಕಲ್. ಆಯ್ತು. ഇത് വേറെ ആൾക്കാരാ, ഇവരല്ല എന്നെ തല്ലിയത്. ഞങ്ങൾ തന്നെ തല്ലിയത്. മാപ്പാകണം. ഇനി ചെയ്യില്ല. നായിന്റെ പട്ടി മോണെ മാഭേളക്ക് ബന്ധത് ബാളായിട്ടാ ബാടാ. എല്ലാരും ബാടാ. എല്ലാവർക്കും തരടാ മാപ്പ്.
ಇದು ನಾನು ನೋಡ್ಕೋತೀನಿ. ನೀ ಸುಮ್ಮನೆ ಆಟ ನೋಡ್ತಾ ಇರಿ. யாராடா நீங்கள்? കൊട്ടേഷനാ. யாரழைச்சது? കാട്ടാപ്പള്ളി. யாரு? കാട്ടുപുളിയാ? കാട്ടാപ്പള്ളി കേരളത്തിൽ നിന്നാ. ഓടോ. നീ അപ്പൊ കേരള ಹೋಗಿದ್ದೆ? കേരളത്തിലാ? ഞാൻ പോയിട്ടില്ല. ಯಾರೀ ಕಾಟುಪುಳಿ? ഈ സംഭവമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അല്ല, ആരാ ഈ കാട്ടാപ്പള്ളി?